അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവാത്മാവിനെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് നൽകിയ അനുഗ്രഹീതമായ നല്ല സംഗമത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആത്മാവിൽ ഈ രാവിലെയും അല്പസമയം പ്രാർത്ഥിക്കേണ്ടതിന് വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള പ്രത്യേക സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. പ്രാരംഭത്തിൽ നാം സാധാരണ ചെയ്യുന്നത് പോലെ അല്പസമയം നാം അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ 2-3 സെക്ഷനിലായിട്ട് നമ്മൾ സ്പിരിച്വൽ ഇലങ്ങളിലുള്ള ഹയർ ഡയമെൻഷനിലേക്ക് കയറുവാനായിട്ടുള്ള ദൈവവചനത്തിൻ്റെ ഡോറുകൾ, ആത്മാവിൽ അത് ദൈവാത്മാവ് തുറക്കുന്ന മേഖലകൾ നമ്മൾ കാണുകയായിരുന്നു. ഞാൻ പ്രാരംഭത്തിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം സൂചകമായി നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. ചിലർ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ പ്രാർത്ഥന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകളിലാകുമ്പോൾ അത് ആത്മതലങ്ങളുടെ വാതിലുകൾ തുറക്കാനിടയായിത്തീരും. നിങ്ങൾ പരിശീലിക്കണം. പ്രാർത്ഥനകൾ സമയമെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ പരിശീലിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുതായിട്ട് പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ച ഒരാളാണ്. ചെറുതായിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ ലൈഫ്, ഞാൻ കർത്താവിലേക്ക് തിരിയുന്നത് വരെ എൻ്റെ പ്രാർത്ഥനാ ലൈഫ് 1 മിനിറ്റ് ആയിരുന്നു. 1 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ഞാൻ. 1 മിനിറ്റ്, ഏറ്റവും കൂടുതൽ 2 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ഞാൻ. ആദ്യമായിട്ട് ഞാൻ പിന്നത്തതിൽ ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന 1/2 മണിക്കൂർ നേരമായിരുന്നു. 1/2 മണിക്കൂർ ഓട്ടോറിക്ഷയിൽ ഉറങ്ങാതിരിക്കേണ്ടതിന് തോർത്ത് വിരിച്ച് നിലത്തിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നത്തതിൽ ആ പ്രാർത്ഥന 5 മണിക്കൂർ വരെ അന്യഭാഷയിൽ നിർത്താതെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി മാറി. 5 മണിക്കൂർ വരെ. അപ്പം അന്ന് ഞാൻ വിചാരിച്ചത്, ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ നിന്ന് എന്നോട് 2 മണിക്കൂറാണ് പ്രാർത്ഥിക്കാം. ഒരു വേദവിദ്യാർത്ഥി 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണം എന്ന ഞങ്ങളുടെ അധ്യാപകരുടെ നിഗമനത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ അധ്യാപകരുടെ നിർദ്ദേശത്തുള്ള ബന്ധത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അപ്പം അന്ന് ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നത്തെ ഞാൻ കേട്ടു 2 മണിക്കൂർ, 5 മണിക്കൂർ, 8 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ, 48 മണിക്കൂറൊക്കെ ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ വെള്ളം മാത്രം കുടിച്ച് നിരന്തരമായിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തരെ കുറിച്ച് നിങ്ങൾ ഇന്ന് രാവിലെ എന്നെ വാക്കുകൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 48 മണിക്കൂർ ഉറങ്ങാതെ നിരന്തരമായിട്ട് അന്യഭാഷ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കാൻ കഴിയും. അതിന് നമ്മുടെ സ്പിരിച്വൽ റിലം തുറന്ന് ആത്മീക അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയാലാണ് ഇങ്ങനെയുള്ള തലങ്ങൾ തുറന്നു വരുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിങ്ങളുടെ അകത്ത് വേടിൻ്റെ വെളിപ്പാടുണ്ടാകണം. നീതിയുടെ വെളിപ്പാട് വരുമ്പോൾ നിങ്ങളുടെ ആത്മാവിലുള്ള ജീവൻ തുറക്കാൻ തുടങ്ങും. ജീവൻ തുറക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സാന്നിധ്യം അറിയാൻ പറ്റും. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മുറിക്കകത്ത് അറിയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറി മിനിറ്റുകളിൽ നിന്ന് മണിക്കൂറുകളിലേക്ക് വളരാൻ തുടങ്ങും. സാന്നിധ്യത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ മുറി മാറാൻ തുടങ്ങിയാൽ, മണിക്കൂറുകളിൽ നിന്ന് ദിവസങ്ങളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറാൻ തുടങ്ങും. മണിക്കൂറുകൾ ദിവസങ്ങളാകാൻ, പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നവരായി മാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ പ്രത്യേകത നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇന്ന്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഈ ഉഴപ്പി പ്രാർത്ഥിക്കരുത്, മിണ്ടാതിരിക്കരുത്, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ജാഗരൂകരായി, വളരെ ഗൗരവത്തോടെ, സ്ഫുടമായി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നമ്മളിപ്പോൾ സമയക്രമീകരണത്തിനുള്ള ബദൽ 1 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു കാട്ടുതീ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കത്തിപ്പിടിക്കണം. നിങ്ങളിൽ നിന്ന് അനേകരിലേക്ക് കത്തിപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ആദ്യത്തെ അല്പനേരങ്ങൾ നമുക്ക് അത്തരങ്ങൾ തുറന്ന് കഴിയുന്നതും ശബ്ദമെടുത്ത്, നിങ്ങളുടെ മനസ്സിനകത്ത് മറ്റൊന്നും വരരുത് കേട്ടോ. ഇതൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവിനെ മാത്രം ധ്യാനിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് പുത്രനിലൂടെ പിതാവിലേക്ക് പ്രവേശനം ലഭിച്ചു. ഈ ഒറ്റ വെളിപ്പാട്, നിങ്ങൾ ദൈവിക ട്രിയൂണിറ്റിയുടെ ഭാഗമാണിപ്പോൾ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്നെ വിളിച്ച് സംസാരിക്കാൻ മടി കാണിക്കരുത്.
അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കഴിയുന്നവരെല്ലാം നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ഈ പ്രാർത്ഥന എടുക്കാറുണ്ട്. ചിലപ്പോൾ 10 മിനിറ്റ് ഒക്കെ പോകാറുണ്ട്. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് ചില മിനിറ്റുകൾ നമുക്ക് അന്യഭാഷ പ്രാർത്ഥിക്കാം. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കേട്ടോ. ഒറ്റയാൾ പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ചില മിനിറ്റുകൾ എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ചു. ഷാം തൽഖനാദിരാധന ഷസ്കനാദിനാഥന ഘടകദുരവന ഷസ്കന. പരിശുദ്ധാത്മാവേ, ഈ രാവിലെ ഞങ്ങളെ സഹായിക്കണമേ. ഷാം തൽഖനാദിരാധന. ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് പോകുവാനായി, ആത്മതലങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകുവാൻ പ്രൗഢപനഘടകദന ശസ്കനാദിന പ്രൗഢപനഘടകദനം ലബത്തുരാബന പ്രൗഷബന ഹത്തുരീബിനി പ്രൗഢപനഘടകദനം ജബന്തിരീബിനി പ്രൗഢപനഘടകദന വൈശ പ്രൗഢപനഘടകദനം ലഗത്തുരോദിനി പ്രൗഷബന ഹദ്ദരേ ജനപ്രൗഢപന ഹന്ദൽ പ്രൗഷിബിനി ഘടകദനം ലഗത്തുരാ ജനപ്രൗഢപന ഹട്ടസ്കനാദിരാധന പ്രൗഢപന ഘടകദനം ജീവന്തരാധന പ്രൗഢപന ഘടകദന ഹത്തുരാധന പ്രൗഢപന ഹട്ടസ്കനേതിരി പ്രൗഢപന ഘടക. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഓ റഭാന ലഗത്തേരി പ്രൗഷവന ജഗത്തരേവിനി പ്രൗഢപന ഘടകദനം ലബത്തുരാധന ശസ്കനാദിനം ജന ബൽഖദിനെ രവിപ്രൗഷവന അമ്പൽ പ്രൗഢവന ഹദുരിബിനി ഘടകദന വൈശ പ്രൗഢവന ജഗത്തുരീബിനി പ്രൗഷവന ഘടകദന വൈശസ്കനാദിനാദനം ഹത്തുരാധന പ്രൗഢവന ജബത്തുരിബിനി ഭക്ഷസ്കനാഭിന പ്രൗഢവന ഘടകദന വേദ പ്രൗഷവന ഘടകദനം അന്തൽ ഘടകത്തിന് വിതിരിബിനി ഘടകദന ഹതുരവന ഘടകദന വൈശസ്കനാദിനാഥന പ്രൗഢവന ഘടകദനം മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുവാൻ അതിനുള്ള സാഹചര്യവും അവസരവും തരുവാൻ സാഹചര്യങ്ങളും പ്രൗഢവന അട്ടസ്കനാദിനാഥന പ്രൗഢവന ഹത്തുരാധന പ്രൗഢവന ഘടകദനം
ജാതന്മാരുടെ നടുവില് ദൈവാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, എൻ്റെ സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ദൈവാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മേൽ സ്പിരിച്വൽ റിലങ്ങൾ തുറക്കാൻ തുടങ്ങും, ആത്മതലങ്ങൾ തുറക്കാൻ തുടങ്ങും. നമ്മളതിന് പല വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് എബ്രായ ലേഖനത്തിലെ വാക്യമാണ്. പുതിയ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്ന വിശുദ്ധന്മാർ ദൈവിക സമ്പദ്ഘടന, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സമ്പദ്ഘടന എന്താണെന്ന് അറിയുന്നത് ആദ്യത്തെ 10 അധ്യായങ്ങളിൽ നിന്നാണ്. ആ 10 അധ്യായങ്ങളിലൂടെ നാം കണ്ട സമ്പദ്ഘടന, ആ സമ്പദ്ഘടന നമ്മെ കൊണ്ടെത്തിക്കുന്നത് യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന റിയൽ ക്രിസ്ത്യൻ ലൈഫിലേക്കാണ്. നമ്മൾ ഒരു യഥാർത്ഥ ജീവിതം ജീവിക്കാൻ തുടങ്ങും. ഇതൊക്കെ പല ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. നാം അവൻ്റെ വിശ്വാസത്തെ ജീവിക്കാൻ തുടങ്ങും. എൻ്റെ നീതിമാൻ, പാഷൻ ട്രാൻസ്ലേഷൻ, എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ റിയൽ ജീവിതം ജീവിക്കാൻ തുടങ്ങും. അതിനകത്തും പുതിയ ഉടമ്പടിക്കകത്തുള്ള 3 വാഗ്ദത്തങ്ങൾ പെട്ടിരിക്കുന്നു. അവൻ ഇനി ജീവിക്കുന്ന വിശ്വാസത്താലാണ്. എന്നിട്ട് വിശ്വാസം എന്താണെന്നാണ് 11-ാം അധ്യായം പറയുന്നത്. വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകും. എന്താ ആശിക്കുന്നതിന് ഉറപ്പ്? ഈ ഭൂമിയിൽ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന റിയൽ ലൈഫ് ഞാൻ ജീവിക്കും, യഥാർത്ഥ ജീവിതം ഞാൻ ജീവിക്കും. എന്താ കാണാത്ത കാര്യങ്ങൾ നിശ്ചയം? ഇപ്പോൾ നമ്മുടെ കർത്താവ് ഏകദേശം 6-7 ഓഫീസുകൾ, ഇപ്പോഴും ഞാനത് കൃത്യത്തിലേക്ക് എത്തിയിട്ടില്ല, 7ഓളം ഓഫീസുകളിൽ ഇപ്പോൾ സ്വർഗത്തിൽ പ്രവർത്തിക്കുകയാണ്. മഹാപുരോഹിതനായി, അഡ്വക്കറ്റായി, മധ്യസ്ഥനായി, ടെസ്റ്റേറ്ററായി, എക്സിക്യൂട്ടറായി, ഇങ്ങനെ പല ഓഫീസുകൾ കർത്താവ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ടും ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന റിയൽ ലൈഫിൽ ഞാൻ ജീവിക്കും. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. അങ്ങനെ അവരെ ധ്യാനിച്ച് ഓടുന്നവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്വർഗീയ യെരുശലേമിലാണ്. 8 പദപ്രയോഗങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. 4 പേരുകളാണത്. അതിനകത്ത് സ്വർഗീയ സിയോനിൽ, യെരുശലേമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സിയോൻ റിലത്തിൽ എങ്ങനെ? ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് സഭയായിട്ട് കൂടിയിരിക്കുക. ഈ രാവിലെ കർത്താവിൻ്റെ ശരീരം മുഖാന്തരം തുറക്കപ്പെട്ട അവൻ്റെ ശരീരത്തിലൂടെ, ചീന്തപ്പെട്ട അവൻ്റെ ശരീരത്തിലൂടെ, യേശുക്രിസ്തു എന്ന ശരീരം മുഖാന്തരം ഇപ്പോൾ നമുക്ക് ഈ സെക്കൻഡിൽ നമുക്ക് ദ റിലം ഓഫ് സിയോനിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഈ പറയുന്ന വാക്കുകൾ വിശദാംശങ്ങൾ കൂടാതെ ഒറ്റ വാക്ക് പറഞ്ഞു വിടുകയാണ്. ഡൗട്ടുള്ളവർ പുറകിൽ ചോദിക്കുക. അപ്പോൾ റിലം ഓഫ് സിയോന്റെ പ്രത്യേകത, അവിടെയാണ് യഹോവ എൻ്റെ രാജാവിനെ വാഴിച്ചത്. അവിടെയാണ് ഒരു ദിവസം കൊണ്ട് ഒരു ജനത പിറക്കുന്നത്. അവിടെയാണ് പുത്രത്വത്തിന്റെ അവകാശങ്ങളും അധികാരങ്ങളും തുറന്നു വരുന്നത്. ദ റിലം ഓഫ് സിയോൻ. അവിടെ രോഗങ്ങൾക്ക് സ്ഥാനമില്ല. അവിടെ മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ റിലത്തിലാണ് നാം ഈ ഗ്ലോറി റിലത്തിലുള്ള ഈ സ്റ്റേജുകൾ മുഴുവൻ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് വേടിന്റെ വെളിപ്പാടിലാണ്. വേടിന്റെ വെളിപ്പാടകത്ത് വന്നവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങും. ഞാൻ ഇവിടെ ഇരിക്കുന്ന വാക്യം നിൽക്കട്ടെ, നമുക്കോ ദൈവം നിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. എന്താണ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി തോന്നിയിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു ചെവി കേൾക്കാത്ത, ഒരു ഹൃദയത്തിൽ തോന്നാത്ത, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അല്ല കേട്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പദങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരും സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ചവർക്ക് വേണ്ടി ഒരുക്കിയതാണ് കാൽവരി ക്രൂശ്. നിന്റെ പാപമോചനം, നിന്റെ രക്ഷ, നിത്യത ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സൗജന്യമായിട്ട് ഒരുക്കിയതാണ്. ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയതാണ്.
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരുക്കിയത് മറ്റൊന്നാണ്. അത് ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല, അത് ഒരു ചെവിയും കേട്ടിട്ടില്ല, അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. പക്ഷെ നമുക്കോ ദൈവാത്മാവ് തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഇത് ഈ പ്രാകൃതന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തികഞ്ഞവരിടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്ന പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ച ജ്ഞാനം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്ര മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. അതെന്താണ്? ഞങ്ങളുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം. ആ മർമ്മമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ മർമ്മം എന്താണ്? ആ മർമ്മം ക്രിസ്തുവാണ്. ആ മർമ്മം ക്രിസ്തുവിലൂടെ തുറന്നു വരുന്നതാണ്. അത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രിസ്തുവിനെ ക്രൂശിക്കില്ലായിരുന്നു. പക്ഷെ ദൈവം സ്നേഹിക്കുന്നവർക്കോ ആ ക്രിസ്തുവിലൂടെ തുറക്കുന്ന ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മിൽ തുറക്കാൻ തീരുമാനിച്ച അവന്റെ മഹിമ അവൻ തുറക്കുകയാണ്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങൾ ആരായുന്നു. അപ്പൊ ദൈവത്തിന് ആഴങ്ങളുണ്ടോ? ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നു എന്നല്ലേ എല്ലാം. നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാർ ചിന്തിക്കും ദൈവത്തെ അറിയും. പിന്നെ ദൈവം നമ്മുടെ കൊച്ചപ്പനാന്ന് വെച്ചിട്ട് ആൾക്കാർ നടക്കുന്നത്. കർത്താവ്, അയ്യോ കച്ചപ്പൻ, കർത്താവ് അളിയനാണ്, ചേട്ടനാണ്. ഇതൊക്കെ പദങ്ങൾ പറയുമ്പം കൊള്ളാം, നല്ല കാര്യമാണ്. പുത്രത്വം പറയാൻ കൊള്ളാം, വാക്കുകൾ കൊണ്ട് പറയാൻ കൊള്ളാം, യേശു മൂത്ത സഹോദരനാണ് പറയാൻ കൊള്ളാം. പക്ഷെ നിങ്ങൾ അതിന്റെ ആഴം അറിഞ്ഞോ? നിങ്ങളുടെ മൂത്ത സഹോദരനായി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മഹിമ എന്താ നിങ്ങൾ അറിഞ്ഞോ? അവൻ നിങ്ങളിൽ തുറന്നിരിക്കുന്നത് എന്താ നിങ്ങൾ അറിഞ്ഞോ? ഇതറിഞ്ഞാൽ പൗലോസ് പറയും, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ജഡീകന്മാരുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാതിരിക്കാൻ ഞാൻ നിർണയിച്ചിരിക്കുന്നു. പക്ഷേ തികഞ്ഞവരുടെ ഇടയിൽ, വളരുന്നവരുടെ ഇടയിൽ, തേജസ്സിനായി മുൻ നിയമിച്ചവരുടെ ഇടയിൽ ഞാൻ മർമ്മം പറയാൻ തുടങ്ങും, മഹത്വത്തിന്റെ മർമ്മം പറയാൻ തുടങ്ങും. നിങ്ങളുടെ ഇടയിൽ ഞാൻ ബലഹീനതയോടും ഭയത്തോടും നടുക്കത്തോടും കൊണ്ടിരിക്കും. പക്ഷെ അവരുടെ ഇടയിൽ ഞാൻ മഹിമ പറയാൻ തുടങ്ങും. ഞാൻ എന്താണ് ഈ പറഞ്ഞു വന്നത്? നമ്മൾ കണ്ടത് ഒന്നുമല്ല, നമ്മൾ കേട്ടത് ഒന്നുമല്ല. ഈ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് വലിയ അറിവുകളൊന്നുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് മഹത്വകരമായി അത് തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ ദൈവാത്മാവ് അത് തുറക്കാൻ പോവുകയാണ്. ഞാനതിന് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട തലമാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നലെയും ഇനി ഞാനുമായിട്ട് 2 തലങ്ങളുടെ ഒരു ഭാഗം തൊട്ടു. ഒന്നാമത്തെ ഭാഗത്തിനകത്ത് നിങ്ങളുടെ മേൽ ദൈവശക്തി തുറക്കാൻ പോകും. എനിക്ക് പലരും മെസ്സേജ് അയച്ചു കേട്ടോ, പക്ഷേ ഇതാണ് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല. പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വെറുതെ ഉണ്ടാകുന്നതാണ്, അതൊക്കെ വെറുതെ ഇമോഷനിലാണ് എന്നാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. വളരെ നന്ദി പക്ഷേ, ഞങ്ങൾക്ക് ഇതിനകത്ത് വളരാൻ അന്നൊന്നും ആരെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞു വരാനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ആഴത്തിലേക്ക് വളരുമായിരുന്നു എന്ന് എനിക്ക് പല ആളുകൾ മെസ്സേജ് അയപ്പാനിടയാത്തിരുന്നു. നിങ്ങൾക്കുണ്ടാകുന്ന ആത്മീക അനുഭവങ്ങളെ ആര് നിരാകരിച്ചാലും നിങ്ങൾ തളരരുത്. ദൈവാത്മാവിനാൽ ആ അനുഭവങ്ങളിലേക്ക് വളരുക. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് നമ്മൾ കണ്ടത് അവർ ട്രാൻസിലേക്ക് പോകുന്ന, വിവശതകളിലേക്ക് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അത് അവരുടെ ആത്മാവിനെ സ്പർശിക്കുന്നതുമായി മാറി ആത്മാവിനകത്ത് ചാർജ് ഉണ്ടാകാൻ തുടങ്ങി. നമ്മളതിനൊക്കെ വാക്യങ്ങൾ എടുത്തതാണ്. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ തുടങ്ങി, തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് ബലപ്പെടാൻ തുടങ്ങി. ഇതൊന്നും വാക്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഇതൊക്കെ അനുഭവങ്ങളാണ്. നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങും. ഇതിൽ ഒന്നാമത്തെ തലത്തിനകത്ത് നിങ്ങൾ ആത്മാവിൻ്റെ വൈബ്രേഷൻ അനുഭവിക്കും, ദൈവശക്തി അനുഭവിക്കും. പല ശബ്ദങ്ങൾ നിങ്ങളിത് വരാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക്, കൈകാലുകൾ നിങ്ങൾക്ക് വിറയ്ക്കുന്ന വൈബ്രേഷൻ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം നിങ്ങൾ വിഷൻ കാണാൻ തുടങ്ങാം, ദർശനങ്ങൾ കാണാൻ തുടങ്ങാം. ഇതൊക്കെ ഞാൻ പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്ന് അല്പമായിട്ട് പഠിപ്പിച്ചിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. അപ്പോൾ അങ്ങനത്തെ അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു. അവർ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ പ്രത്യേകത, സെക്കൻഡ് സ്റ്റേജിനകത്ത് സ്പിരിച്വൽ വിഷനുകൾ തുറന്നു വരാൻ തുടങ്ങും. നാച്ചുറൽ റിലവും
സ്പിരിച്വൽ റിലവും ഒന്നായി മാറാൻ തുടങ്ങും. ഇനി ഈ സ്പിരിച്വൽ റിലത്തിനകത്തേക്ക് നിങ്ങൾ എൻ്റർ ആകുമ്പോൾ ത്രികാലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്നാകാൻ തുടങ്ങും. അതായത് ഭൂതം, വർത്തമാനം, ഭാവി. ഈ 3 തലങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചകൾ തുറന്നു വരാൻ തുടങ്ങും. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഈ ദൈവാത്മാവ് ഏശയ്യാവിൻ്റെ പുസ്തകം, യെഹെസ്കേലിന്റെ പുസ്തകം, അതുപോലെ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവരിത് പുസ്തകം എഴുതാൻ വേണ്ടി മാത്രം എഴുതിയതല്ല. അവർ പല വെളിപ്പാടുകളാണ് അവർ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ വെളിപ്പാടുകൾ കണ്ട നിലയിലാണ്, അവർ സംഭവിച്ചു കഴിഞ്ഞ തലത്തിലാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിരിക്കുന്ന മെറ്റീരിയൽ റിലത്തിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫിസിക്കൽ റിലത്തിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ റിലം നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ തുറന്നു വരും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ആത്മാവിൽ വചനം വായിക്കുമ്പോൾ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവ ചരിത്രങ്ങൾ നടന്ന സ്ഥലത്തേക്ക് ആത്മാവിൽ പോയിട്ടുള്ള അഭിഷക്തന്മാരെ എനിക്കറിയാം. യോഹന്നാനെ നാം പഠിച്ചാൽ, യോഹന്നാൻ പുതുവാന ഭൂമിയിൽ സംഭവിക്കുന്ന ഇറങ്ങി വരുന്ന പുത്തനാം യെരൂശലേമിലും അവിടെ നടക്കുന്ന സംഭവങ്ങളിലേക്ക് താൻ ആത്മാവിൽ സഞ്ചരിച്ച അല്ലെങ്കിൽ വിഷനിൽ താൻ കണ്ട അവസ്ഥകൾ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ത്രികാലങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. മാത്രമല്ല ദൈവിക ത്രോൺ റൂമിലേക്ക് നമുക്ക് വിഷനിലൂടെ പ്രവേശിക്കാം. ആത്മാവിൽ സഞ്ചരിക്കുന്നതല്ല ഇപ്പോൾ ഞാൻ പറയുന്നത്. 3 തലങ്ങളെ നമുക്ക് ഈ റിലം നിങ്ങളുടെ മേൽ തുറക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കണ്ടമാനം പിതാക്കന്മാർ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ്. പക്ഷെ ആരും ഇതിങ്ങനൊരു ക്ലാസ് ആയിട്ട് നമുക്ക് എടുത്തു തന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരോട് ചേർന്ന് നിൽക്കുന്ന അപ്പച്ചന്മാരോട് ചേർന്ന് നിൽക്കുന്ന സഹോദരന്മാർക്ക്, ആത്മീക പുത്രന്മാർക്ക് അവരിത് പഠിപ്പിക്കുകയും അത് അവരിലേക്ക് പകരം ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, തമിഴ്നാട്ടിലെ അഭിഷക്തനുണ്ട്, ഒരു അപ്പച്ചനുണ്ട്. അവർ ടീമായിട്ട് അവരുടെ മിനിസ്ട്രിയിൽ നിന്ന് അവർ 3 ദിവസം എല്ലാവരും കൊണ്ട് ടൂർ പോകും. ഈ അപ്പച്ചൻ പ്രാർത്ഥിക്കാനിരിക്കും. അപ്പച്ചൻ ആത്മാവിൽ ദൈവാത്മാവ് സഞ്ചരിപ്പിക്കാൻ തുടങ്ങും. ഹെവൻ പോകുന്ന അനുഭവങ്ങൾ, കണ്ടമാനം വിഷനുകൾ തുറക്കുന്ന അനുഭവങ്ങൾ. ഈ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആത്മാവിൽ അങ്ങനെ സ്പിരിച്വൽ അനുഭവങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ഇത് ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു ദിവസം, ഇപ്പൊ ഞാനിത് പറഞ്ഞു, പ്രാർത്ഥിച്ചു, ഇപ്പൊ തന്നെ തുറക്കുകയില്ല. ഈ ഓപ്പൺ വിഷൻ ഏലിയാവിന്റെ കണ്ണുമ്പിൽ തുറക്കാൻ തുടങ്ങി. ഏലിയാവ് അങ്ങനെ കാണുന്നവനായി മാറി. ഏലിയാവ് താൻ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ഏലീശ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഏലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം. ഇരട്ടിപ്പങ്ക് ലഭ്യമായ ഏലീശയുടെ മുമ്പിൽ ഈ സ്പിരിച്വൽ റിലം തന്റെ ആത്മതലങ്ങളുടെ ആരംഭ ദിവസം മുതൽ ഓപ്പണാണ്. താൻ അഗ്നിരഥങ്ങളെയും അഗ്നിയശങ്ങളെയും കണ്ടുകൊണ്ടാണ് തന്റെ മിനിസ്ട്രിയിലേക്ക് താൻ കാലെടുത്ത് വയ്ക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? തന്റെ ആത്മ ചൈതന്യം അങ്ങനെയായിരുന്നു. താൻ കൊട്ടാരത്തിലുള്ള രാജാവിന്റെ സന്ദേശങ്ങൾ, വാക്കുകൾ പിടിച്ചെടുക്കുന്നവനായിരുന്നു. ഗേഗസിന് കൂടെ സഞ്ചരിക്കുന്നവനായിരുന്നു. എന്തിനേറെ, ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ സൈന്യത്തെ കാണുവാൻ കഴിയാതെ വണ്ണം തന്റെ പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്നിട്ടില്ലാത്ത അവസ്ഥയിൽ അവൻ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ കണ്ണ് തുറക്കേണ്ടതിന് ഏലീശ പ്രവാചക ശിഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവാചക ശിഷ്യൻ അഗ്നിമയ രഥങ്ങളെയും അശ്വങ്ങളെയും കാണുകയാണ്. കണ്ണ് തുറക്കാത്തവൻ, വിഷൻ റിലം ഓപ്പൺ ആകാത്തവൻ, അവൻ സകലത്തിലേക്ക് നോക്കി പേടിക്കുന്നവനായിരിക്കും, സാഹചര്യങ്ങളിലേക്ക് നോക്കി പേടിക്കുന്നവനായിരിക്കും. പക്ഷെ വിഷൻ ഓപ്പൺ ആയവൻ സാഹചര്യങ്ങളിലേക്ക് നോക്കി പേടിക്കുന്നവനല്ല. അവൻ സാഹചര്യങ്ങളുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ആത്മതലം ചലിക്കുന്നത് അവൻ കാണുന്നവനാണ്. അവൻ പറയുന്നത് ഭയങ്കര ഫെയ്ത്തിന്റെ വാക്കുകളായിരിക്കും. അപ്പോൾ ഈ റിലത്തിൽ നിങ്ങളുടെ മേൽ വരങ്ങൾ തുറന്നു വരും. ഈ റിലത്തിൽ നിങ്ങളുടെ മേൽ സ്പിരിച്വൽ അതോറിറ്റികൾ തുറന്നു വരാൻ തുടങ്ങും. ഈ റിലത്തിനകത്ത് തന്നെ വരങ്ങളുടെ മുകളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങും. അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ സമയം വർദ്ധിപ്പിക്കാനായിട്ട് പഠിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ വിഷനുകൾ തുറന്നു വരും, കാണത്തക്കവണ്ണം. ഇതൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ. നമ്മുടെ സാമിന്റെ വൈഫ് ഗ്ലോറിയ, അവൾക്കൊരിക്കൽ നമ്മുടെ സൂമിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ തീ കത്തുന്ന അനുഭവം ഉണ്ടായി. പിറ്റേ ദിവസം അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത്, ആശുപത്രിക്കകത്ത് അവൾ ഒരു വീട് കാണുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഓപ്പൺ വിഷനിൽ ഒരു വീട് കാണുകയാണ്. കർത്താവ്, ആശുപത്രിക്കകത്ത് വീടോ? അടുത്ത സെക്കൻഡിൽ ദൈവാത്മാവ് വീട്ടിലകത്ത് ഒരു അപ്പച്ചൻ ഇരിക്കുന്നത് കാണുന്നു. അവൾ ഈ കർത്താവ് എന്താണ് ഈ കാണിക്കുന്നത്? എന്താണ് ഇതിന്റെ അർത്ഥം? ഉടനെ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരിയോട് ദൈവാത്മാവ് പ്രിയ ഗ്ലോറിയോട് പറഞ്ഞു, ആ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വീടാണത്. കണ്ടോ? അപ്പോൾ
ഓപ്പൺ വിഷൻ, സ്പിരിച്വൽ റിലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന ഭവനത്തിനകത്ത് ഈ റിലം ഓപ്പൺ ആയി വരും. നിങ്ങൾ ചില ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ നിങ്ങളുടെ വീടിന്റെ മുമ്പിലത്തെ കളർ പറയുന്നവർ, നിങ്ങളുടെ വീടിനകത്തേക്ക് കയറി വരുന്നവർ, വീടിനകത്ത് വാവിലൂടെ അകത്ത് കയറുമ്പോൾ നിങ്ങളുടെ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു മുറിയുണ്ട്, ആ മുറിക്കകത്ത് ഒരു കബോർഡുണ്ട്, ആ കബോർഡിനകത്ത് ഒരു പച്ച കളറിലൊരു കവർ ഇരിക്കുന്നുണ്ട്, അതിനകത്തൊരു പേപ്പർ ഇരിക്കുന്നുണ്ട്, ആ പേപ്പർ നിങ്ങൾ ഇന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവർ ഈ തലത്തിൽ സഞ്ചരിക്കുന്നവരാണ്, ഈ തലം അവരുടെ മേൽ ഓപ്പൺ ആണ്. ഇതൊക്കെ അറിയാത്തവർ ഇതിനൊക്കെ കയറി വിമർശിക്കും. എന്നാൽ അവരുടെ മുമ്പിൽ ദ സ്പിരിച്വൽ വിഷൻ, സ്പിരിച്വൽ റിലം, നമ്മുടെ ദേവദാസിന്റെ പേരെന്താ, നമ്മുടെ UK പാസ്റ്റർ നിഖിൽ പാസ്റ്റർ എപ്പോഴും ഇങ്ങനെ ഈ തലത്തിൽ പലപ്പോഴും സഞ്ചരിക്കുന്നയാളാണ്. അവർ ഈ വിഷൻ കൈകാര്യം ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്ന സാരാംശം, നാം കണ്ടിട്ടില്ലാത്ത, നാം ഇറങ്ങിപ്പോയിട്ടില്ലാത്ത ഇങ്ങനൊരു വിഷന്റെ തല ഉണ്ട്. ഇത് ഗ്യാരണ്ടിയാണ്. ഇതിനപ്പുറത്ത് എനിക്ക് വിശദമായിട്ട് പഠിപ്പിക്കാൻ ഇത് പഠന സമയമല്ലല്ലോ, ഇത് നമ്മൾ പ്രാർത്ഥനാ സമയമാണല്ലോ. അപ്പൊ ഇങ്ങനെ കണ്ടമാന സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകാൻ കിടക്കുകയാണ്. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവിന്റെ ആഴങ്ങൾ തുറക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിച്ചു ചില മിനിറ്റുകൾ. ഞാൻ എനിക്ക് തോന്നുന്നു സമയം കൂടുതൽ എടുത്തു പോകുന്നു. ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ മേൽ തുറന്നു വരും. അനുഭവങ്ങൾ തുറക്കുന്ന അല്ല പ്രാധാന്യത, സ്പിരിച്വൽ റിലത്തിനകത്തേക്ക് ജീവിക്കാൻ ആരംഭിക്കുന്നതാണ് പ്രാധാന്യത. പ്രാർത്ഥിച്ചു ചില മിനിറ്റുകൾ, അന്യഭാഷ പ്രാർത്ഥിച്ചു. ശാന്തൽ ഘടകപന. ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലരകത്ത് വിശ്വാസം വരും. സാക്ഷികളുടെ അകത്ത് പ്രവാചക ആത്മാവുണ്ട്. ശാന്തൽ ഘനാതിരാധന വൈഡ പ്രൗഢപന ഘടകധന. പറ്റുന്നതെല്ലാം മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം കേട്ടോ. ശാഭ ലമന്തത പരപ്രൗഷിമിനി ഹതന ഘടകധന. ദൈവത്തിന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആഴങ്ങൾ, ദൈവത്തിന്റെ ആഴങ്ങൾ, ദൈവത്തിന്റെ ആഴങ്ങൾ. ശാഭാരാമാന അന്തൽ പ്രൗഢപന ഘടകത്തിന് വീതി പ്രൗഷപന ഹത്തൽ പ്രൗഢപന ഘടകതനം ലഗത്തുര ധന പ്രൗഢപന ജാതിരി പ്രൗഷപന ഹണ്ടസ്കനാദിന പ്രൗഢപന ഘടകതനം ശസ്കര ദിരപ്രൗഢവന ഹത്തുരാവന പ്രൗഢവന അതൽക്കനകതിരി വിധിനി വിനഘടകതന ഹതുരവന ഘടകതന വൈഷ പ്രൗഢവന ഘടകതന വൈഡ പ്രൗഢവന ഘടകതനം La baba shakura
ധരാധര ശസ്കരാധിരാധനം ലവത്തുരിബിനി ഘടകദന മധുരി പ്രൗഢവന ഘടകദന വൈഷപ്രൗഢവന ഘടകദനം ലംബൽ പ്രൗഢവന ഘടകദന ഗതുരിബിനി ഘടകദന വൈഷപ്രൗഢവന ഘടകദന വൈഷപ്രൗഢവന അന്തൽ ഘടാധിരാധന പ്രൗഢവന ഘടകദന വേദ പ്രൗഷവന അന്തൽ ഘടകദിന് വേദ പ്രൗഢവന ഘടകദന വൈഷപ്രൗഢവന ഘടകദനം ശബന റകന കസര ധീര പവന ശബന റകന കസര തിരാമനാല ലാല പവന മമന കസര തിരാല ഗാന കസൂര മാന ശാര താര റീക മനക ശകന റകനെ രഗന രഗന കസര ദികാതി ഹംദര ഘടകസേ ദൂര പാപ പരിഹവന ഹസര അരദ കദര ഹദര കദര കദര ഘടകസര കലകന കസരിക്കമന കസര തിരംദര ധീര പാപ പരിഹ മനക സര ധര 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 കപന ശബന റകന കസര തിരാമനാല കംദരേവ പാപ പാപ റീക മാന ശാര താര റീക മനക ശകനെ രഗന 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 കസര ദികാനി കസേ ദൂര പാപ പാപ റീക മാന ശാര താര രഗന ഗതികമന കസര ദിഗനി കസിദര രഗന ഗതിദ രഗന കസിദ രഗന കസര മനഗദ സപവന ശബന രഗന കസര തിരാമന തരം 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 തരാരകം പരാപ പാപ റീക. ഈ സെക്കൻഡ് തലം ഓപ്പൺ ആയാൽ നിങ്ങൾ ബൈബിളിൽ ഏറ്റവും അധികം ആസ്വദിക്കാൻ പോകുന്ന വാക്യം ഈ വാക്യമായിരിക്കും. ഒരാൾ ഈ വാക്യം ഒന്ന് വായിക്കൂ. മത്തായി 6:6. നീയോ പ്രാർത്ഥിക്കയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിന് നിനക്ക് പ്രതിഫലം തരും. കണ്ടോ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ ഈ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര മഹിമ വർദ്ധിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരുടെ രീതി കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ വെക്കുമ്പം ആൾക്കാർ കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന നേരത്തെ ആൾക്കാരില്ലെങ്കിൽ, ഇപ്പം ഞാൻ ചർച്ചിനകത്ത് ഈ അസിസ്റ്റൻറ്റ് പാസ്റ്റേഴ്സിനോട് പറയും, നിങ്ങൾ നേരത്തെ വന്ന് 8 മണിക്കാണ് ആരാധന തുടങ്ങുന്നത്, നിങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പ് പ്രാർത്ഥന ആരംഭിക്കണം. അപ്പം ആദ്യമൊക്കെ ഇവർക്ക് തുടങ്ങാൻ ഭയങ്കര മടിയാണ്, കാരണം ആരുമില്ല. പക്ഷേ ഞാൻ പറയാറുണ്ട്, ഞാനത് ചെയ്യാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ നിൽക്കുന്നത് എവിടെയാണ്, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്, പ്രാർത്ഥനയുടെ മഹിമ എന്താണ്. ആൾക്കാരുടെ അടിസ്ഥാനത്തിലല്ല ഇത്. ഇന്ന് രാവിലെ ഇത്രയും പേര് പ്രാർത്ഥിക്കാൻ വന്നവനായ സ്തോത്രം. പക്ഷെ രഹസ്യത്തിൽ വാതിലടച്ച് പിതാവിനോട് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തിന്റെ മഹിമയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ അത് വെറുമൊരു അന്ധമായ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് തുടരാൻ പറ്റില്ല. ഇങ്ങനെയുള്ള തലങ്ങൾ തുറന്നു വരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനോഹരമായി മഹത്വത്തോടെ ആഴ്ചകളൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥന മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 48 മണിക്കൂർ. ഞാൻ ഇങ്ങനത്തെ ഒരു തലം എൻ്റെ മേലെ ഓപ്പൺ ആയപ്പോൾ ഞാൻ എൻ്റെ കാർ എടുത്ത് നേരെ വാഗമണ്ണ് ചെന്ന് 3 ദിവസം ഫോൺ ഓഫ് ചെയ്ത് വെച്ച് ഒറ്റ സിമ്മ് ഇട്ടിട്ട് ലിൻസിക്ക് മാത്രം നമ്പർ കൊടുത്ത് മരിച്ച മാത്രം എന്നെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട്. ഒരാളോടും മിണ്ടാതെ. ഈ തലങ്ങൾ തുറക്കണമെങ്കിൽ വില കൊടുക്കാതെ പറ്റില്ല. രക്ഷിക്കപ്പെടാൻ നീ വില കൊടുക്കണ്ട, നിത്യതയിൽ പോകാൻ നീ വില കൊടുക്കണ്ട. മരിക്കുന്ന സമയത്ത് കർത്താവേ, ഞാൻ നിന്നെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്നു, എന്നെ നീ നിത്യവിലേക്ക് പ്രവേശിക്കണമേ, അല്ലെങ്കിൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുക. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ നിത്യത മാറും. പക്ഷെ ഈ ഭൂമിയിലെ ജീവിതം യാഥാർത്ഥ്യമാകണമെങ്കിൽ, റിയൽ ലൈഫ് ജീവിക്കണമെങ്കിൽ നീ വില കൊടുത്തേ മതിയാകുള്ളൂ. നീ അവന് വേണ്ടി സമയം കണ്ടെത്തിയേ മതിയാകുള്ളൂ. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നേ മതിയാകുള്ളൂ. അപ്പോൾ സ്പിരിച്വൽ നിലങ്ങൾ തുറക്കുന്നതാണ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ. ഇത് കണ്ടമാനം അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ 40 days ഫാസ്റ്റിംഗിലാണെന്ന് എൻ്റെ ഓർമ്മ. 47 ദിവസം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ചർച്ചിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, എന്താണോ വേർഡ് പ്രസംഗിക്കുന്നത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഒരാളെങ്കിലും കാണും. അപ്പൊ അന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത പ്രസംഗിക്കുകയായിരുന്നു. ഗ്രേസി ടീച്ചർ ഉണ്ട്, ഇപ്പോൾ രാവിലെ ഉണ്ട്. അപ്പൊ ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥനാ സമയത്ത് സ്റ്റേജിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നു. ഞാനല്ല,
ഒരാൾ ഇറങ്ങിപ്പോകുന്നു. ആ ഇറങ്ങിപ്പോകുന്നയാള് ഒരു വെളിച്ചമായിട്ടൊരു വ്യക്തി ഇറങ്ങിപ്പോയിട്ട് ഓരോരുത്തരെ പോയി തൊടുന്നവരെല്ലാം തെറിച്ചു പോകുന്നു. ഞാൻ വീണമെന്നല്ല കേട്ടോ പറഞ്ഞത്. അപ്പൊ നമുക്ക് കാണാത്ത പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ അധ്യാപകനാണ്, പേര് മറന്നുപോയി, മുല്ലക്കരയിലുള്ള അപ്പച്ചൻ. ലിൻസി പേരറിങ്ങി പറയണേ, ഞാൻ അനുഭവം പറയാറുള്ള അപ്പച്ചൻ. ആ അപ്പച്ചൻ ഒരു ദിവസം മുല്ലക്കരുന്ന് ട്രാക്ട് പോളപ്പച്ചൻ സോറി കർത്താവേ സോറി പോളപ്പച്ചൻ ഞങ്ങളുടെ ഈ പഴയ അനുഭവങ്ങൾ അപ്പച്ചന്മാർ വന്ന് പറയും ഞങ്ങളുടെ ബൈബിൾ കോളേജ്. അപ്പോൾ കാരണം ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ നിങ്ങൾ ബൈബിളിൽ എന്താ പറയുക, എഴുതി കുത്തിയ പുസ്തകം മാത്രം അല്ല, എഴുതി കുത്തിയ നോട്ട് മാത്രം പഠിക്കുന്നതല്ല സുവിശേഷമല്ല. കർത്താവിനുള്ള അനുഭവങ്ങൾ തുറക്കണം. ഞങ്ങളെ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. എത്ര തകർന്നു പോകേണ്ട അവസ്ഥ വന്നിട്ട് നിലനിൽക്കാൻ കാരണം അപ്പന്മാർ കുറെ കാര്യങ്ങൾ അകത്തിട്ടിട്ടുണ്ട്. ആ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ മുടിക്കോട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, ഒരൊറ്റയാളെൻ്റെ പ്രസംഗം കേട്ടില്ല. ഞാൻ എല്ലാവർക്കും ട്രാക്ട് കൊടുത്തു, എല്ലാവരും ആ ട്രാക്ട് വലിച്ചെറിഞ്ഞു. നട്ടുച്ചയ്ക്ക് സുവിശേഷം പ്രസംഗിച്ച് ആരും കേൾക്കാതെ താന് നിരാശനായി മുടിക്കോട് നിന്ന് മുല്ലക്കരയ്ക്ക് മടന്നു. പണ്ടത്തെ റോഡാണ്. മുടിക്കോട് നിന്ന് മുല്ലക്കരയ്ക്ക് ആ നട്ടപ്പുറ വെയിലത്ത് നടന്ന് തളർന്ന് തൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് നിരാശയോടെ ഭക്ഷണം കഴിക്കാതെ തൻ്റെ റൂമിനകത്ത് കയറി കിടന്നു. സുവിശേഷം പറയാൻ ദൈവാത്മ നിയോഗം തന്നു. സുവിശേഷം പറഞ്ഞു, നിന്നെ ആർക്കും വേണ്ട. ആളങ്ങ് തളർന്ന് കിടക്കെ കയറി കിടന്നു ഒന്ന് പതുക്കെ മയങ്ങാൻ തുടങ്ങുന്ന നേരത്ത് തൻ്റെ മുറിക്കകത്ത് കർത്താവ് ഇറങ്ങി വന്നു. ഞങ്ങളുടെ അപ്പച്ചൻ, ആ പാസ്റ്റർ, ഞങ്ങളുടെ അധ്യാപകൻ, അനുഭവങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന അധ്യാപകനാണ്. മോനെ പോളെ, നിന്നെ അല്ല അവർ തള്ളിയത്, ഡയറക്റ്റ് യേശു ക്രിസ്തു തന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നു. മോനെ, നീ എന്നെ നിരാശപ്പെട്ട്, നിന്നെ അല്ല അവർ തള്ളിയത്, നീ എന്നെ പ്രസംഗിച്ചു. നീ പ്രസംഗിച്ച വചനപ്രകാരം ഞാൻ അവിടെ ഒരു വ്യക്തിയായിട്ട് ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ഞാൻ മുട്ടിവിളിച്ചു. കേൾക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നത് റിയൽ വചനമാണെങ്കിൽ ആ വചനം വെറും വാക്കുകളല്ല, ആ വചനം ഒരു വ്യക്തിയാണ്. വ്യക്തികളെ തൊടും കേട്ടോ. ഞാൻ ഈ പറയുന്നത് വചനമായിട്ടാണ് പറയുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിലായിട്ടാണ് പറയുന്നതെങ്കിൽ, ഇന്ന് രാവിലെ ഇത് പങ്കെടുക്കുന്ന 71 പേര്, 70 കുടുംബങ്ങളെ ഇത് തൊടും. എനിക്കത് ഗ്യാരണ്ടിയാണ്. മോനെ പോളെ, നിന്നെയല്ല അവർ തള്ളിയത് എന്നെയാണ്. ഞാൻ ഓരോ ഹൃദയങ്ങളുടെ മേൽ പോയി മുട്ടി, പക്ഷെ അവർ എന്നെ തിരസ്കരിച്ചു. നീ പറഞ്ഞ വാക്കവർ കേട്ടില്ല, പക്ഷെ എൻ്റെ ഞാൻ മുട്ടിയ ഹൃദയത്തിൻ്റെ വാതിക്കൽ മുട്ടിയ എൻ്റെ സ്പർശനത്തെ അവർ തിരസ്കരിച്ചു. നീ നിരാശപ്പെടണ്ട, ഞാൻ അവർക്ക് വേണ്ടിയാണ് മരിച്ചത്. അവരെ രക്ഷയിലേക്ക് മടത്താൻ നീ പ്രസംഗിച്ചു, ഞാൻ ചെന്ന് മുട്ടി. ഞാൻ അവർക്ക് വേണ്ടി മരിച്ചു, നീ അവർക്ക് വേണ്ടി പ്രസംഗിച്ചു. നീ എന്തിനാ നിരാശപ്പെടുന്നത് എന്ന് ചോദിച്ച അപ്പച്ചനൊരു എൻകൗണ്ടർ ഉണ്ടായി. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഇന്നും നാം വചനം പറയുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ ലൈവായി ഈ തലങ്ങൾ തുറക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചർച്ചയിൽ പറഞ്ഞ കാര്യം പറഞ്ഞത്, വചനമായിട്ട് കേട്ടാൽ അത് വെറും പ്രസംഗമല്ല, അത് നമ്മുടെ ആത്മാവിൽ സ്പർശിക്കുന്ന വെറുമൊരു തോന്നലല്ല, ജീവന്റെ സ്പർശനമല്ല, ആത്മതലം റിലീസായി വരും. നമ്മുടെ സുമചേച്ചിയുടെ മകൾ നീതുവിൻ്റെ ഭർത്താവ്, ആ മോനെ തെക്ക് ഭാഗത്ത് എവിടെയോ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അവര് ഭയങ്കരമായി തളർന്നിരിക്കുന്നു. അവരാ കാറിനകത്തുണ്ടായിരുന്ന 3 പേരാണ്. പെട്ടെന്ന് അവന് തോന്നുന്നു 4മതൊരാൾ ആ റൂമിനകത്തുണ്ടെന്ന്, ആ കാറിനകത്തുണ്ടെന്ന്. അവൻ ഈ കാറിനകത്തുള്ള 4മത്തെ ആളെ അവൻ അറിയുന്നു. എന്താ ഉണ്ടായത്? തളർന്നിരിക്കുന്നവന്റെ ശരീരം അപ്പോൾ ഹീലാകാൻ തുടങ്ങി. അപ്പം നാം അറിയാത്തൊരു തലം നമ്മുടെ മേൽ ചുറ്റുമുണ്ട്. നാം വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ തലം, ഈ ഓപ്പൺ വിഷൻ നമ്മുടെ മേൽ ഇറങ്ങി വരും. ഈ ഓപ്പൺ വിഷൻ നമ്മുടെ മേൽ, നമ്മുടെ കണ്ണുകൾ കാണാൻ തുടങ്ങും. 5 മിനിറ്റ് ഒരു സ്വപ്നം കാണുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, 5 മിനിറ്റ് വിഷൻ കാണുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു തലം നിന്റെ ലൈഫിനകത്ത് ഓപ്പണായി വരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ലോകത്തിലുള്ള ചിന്തകൾക്കും, ഈ ലോകത്തിലുള്ള സ്വഭാവങ്ങൾക്കും, ഈ ലോകത്തിന്റെ പ്രകൃതി പുറകെ ഘടകങ്ങളോടൊക്കെ മരിച്ച് ക്രിസ്തു മുഖാന്തരം, അവന്റെ ശരീരം മുഖാന്തരം, ആ ജീവന്റെ പുതുവഴിയിലൂടെ എനിക്ക് റിലം ഓഫ് സിയോനിലേക്ക് എനിക്ക് എൻ്റർ ആകണം. അവിടെ മഹത്വത്തിന്റെ തലങ്ങളുടെ ആഴങ്ങളുണ്ട്, എനിക്കത് അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ തലത്തിന്റെ മുമ്പിലാണ്, ആ സ്വർഗീയ സിയോനിലാണ്. അവിടെയാണ് ഒരു രാജാവിനെ വാഴിക്കുന്നത്, അവിടെയാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത്, അവിടെ അവന്റെ ആലയത്തിലേക്ക് നാം എൻ്റർ ആകുകയാണ്. ഒന്നുകൂടി ഞാൻ കടത്തി പറയാം, നമ്മളെ ഡിവൈൻ ട്രിയൂണിറ്റിക്കകത്തേക്ക് എൻ്റർ ആവുകയാണ്. ഇതിന് ഭയങ്കര ആഴങ്ങളുണ്ട്.
ഇതൊക്കെ ഇതിന്റെ വെറും ആദ്യത്തെ സ്റ്റെപ്പുകൾ മാത്രമാണ്. റിസറക്ഷൻ റിലം ഞാൻ എടുത്തപ്പോൾ ഞാൻ ജോസ് പാസ്റ്റർ അവിടെ ദ റിലം ഓഫ് റിസറക്ഷൻ എടുത്തു. ഇതിന്റെ മൂന്നാമത്തെ ഭാഗം എടുത്തു. മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് ഈ ഭാഗത്തിനൊന്നും കണ്ടമാനം തെളിവാക്കൽ എനിക്ക് പറയാനില്ല. അനുഭവങ്ങളും ബൈബിളിലെ ചില സൂചകങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ ജീവിക്കേണ്ടത് റിസറക്ഷൻ ലെവലിലാണ്, റിലത്തിലാണ്. അത് സ്നാനത്താൽ സംഭവിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ട് ബൈബിളിലെ വാക്യം. നമുക്ക് അവിടേക്ക് വരാം. റോമാലേഖനം 6-ാം അധ്യായത്തിന് 3-4 വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾ സ്നാനപ്പെട്ടെങ്കിൽ ഇനി നിങ്ങൾ ജീവിക്കേണ്ടത് ജീവന്റെ പുതുക്കത്തിൽ പിതാവ് തന്റെ മഹിമയിൽ പുത്രനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ ആ റിലത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ റിലമാണ് നമ്മുടെ മേൽ തുറന്നു വരാനുള്ളത്. ഒന്നുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നു ക്ലാസ്സുകളുടെ സമയം ഞാൻ എടുക്കുന്നത് കൂടിപ്പോകുന്നു. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഈ മേഖലകൾ തുറന്നു വരും കേട്ടോ. ഈ മേഖലകൾ ഇങ്ങനെ തുറക്കുന്നവർ രാജ്യങ്ങളെ തൊടാൻ തുടങ്ങും. ഇങ്ങനെ തുറക്കുന്നവർ ദേശങ്ങളെ തൊടാൻ തുടങ്ങും. ഇങ്ങനെ തുറക്കുന്നവർ വ്യക്തികളെ തൊടാൻ തുടങ്ങും. മൈക്കിലെല്ലാം അൺമ്യൂട്ട് ചെയ്ത് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചോ. ലംദൽ ഖടാധിരാധന. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ തലമുറകളെ ആത്മാവിൽ തൊടാൻ തുടങ്ങും. അവരുടെ ആത്മമണ്ഡലം ആത്മതലം ശക്തിയോടെ ബലമുള്ളതായി മാറും. അത്തരം അവർ വാക്കുകൾക്കപ്പുറം ഷാഭ അന്തൽ ഘടകത്തിന് അവർ വാക്കുകൾക്കപ്പുറം അവർ പറയുന്ന വചനങ്ങളുടെ അകത്തുള്ള ആ ജീവനായവൻ, ആ വ്യക്തിത്വമായവൻ ഷാബൽ ആത്മാവിൽ നിന്ന് എഴുന്നേറ്റ് വരും. അന്യഭാഷ മാത്രം പ്രാർത്ഥിക്കുക. അന്യഭാഷ മാത്രം പ്രാർത്ഥിക്കുക. ലഭ റഖീനി ചോദിനി ലക്ക റബാനി ഹട്ടി പ്രൗഷമനി ലോബി ഹംദി പ്രൗഷമന ഷാദൽ ഘടകത്തിന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, അങ്ങനെ ആത്മാവിൽ ജാഗരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇന്ന് രാവിലെ ഇറങ്ങി വരും കേട്ടോ. ആകാശം കീറി അവൻ ഇറങ്ങി വരും കേട്ടോ. ആകാശം കീറി ലോപബ ശബൽ ഘടകത്തിന്. അങ്ങനെ ബൈബിൾ പറയുന്നു ജാതികൾ വിറക്കത്തക്കവണ്ണം ഓ റബൽ പ്രവണം നിന്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം ഉരുകുന്നത് പോലെ, തിളക്കുന്നത് പോലെ മലകൾ നിന്റെ മേൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളമായിരുന്നു. നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് കൊണ്ട് പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ഞങ്ങൾ കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. റാപാല ശസ്കനാതിരാധന വൈഡപ്രൗഢമന ഘടകനം ശാന്തൽ ഘടകന വദിനിപിനി ഘടകന അന്ത പ്രൗഢമന ഘടകന അണ്ടസ്കനേതിരി പ്രൗഢമന ഘടകന അന്തൽ ഘടകദിനി വിനി ഘടകന വൈഡ പ്രൗഢമന ഘടകന ശസ്കന ദിവ പ്രൗഢമന ഹട്ടസ്കനേതിരി ലംബൽ പ്രൗഢമന ഘടകന. നീ എല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ശസ്കന ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഇങ്ങനെ ഇടപെടുന്നൊരു ദൈവമുണ്ടോ? ഇങ്ങനെ ചലിക്കുന്നൊരു ദൈവമുണ്ടോ? ഷാബ രഗത്തുനാഥനാഥന. ഇവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും. ഓ റാബ റംദൽ ഘടകന. ഇവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും. നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ ഓ അവൻ ജാതികൾക്ക് തന്റെ നാമത്തെ വെളിപ്പെടുത്തുന്നവനാണ്. ഇന്ന് രാവിലെ അത് അങ്ങനെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചോ. ഹത്തുരീബിനി പ്രൗഢമന ഘടകന അന്തൽ ഘടകന വൈശ പ്രൗഢമന ഘടകന അന്തൽ പ്രൗഢമന ഘടകന വൈശ പ്രൗഢമന ഘടകനം കൃത്യമായി സ്ഫുടമായിട്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയും. അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ സ്ഫുടമായിട്ട് പറയണം. അങ്ങനെ തന്നെ പറയണമെന്നാണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പറയുന്നു. കാഹളം ഊതുന്നവൻ അവന്
അവൻ കാഹളം തെളിവായിട്ട് ഊതിയില്ലെങ്കിൽ പടയ്ക്ക് പുറപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തെളിവായിട്ട് തന്നെ നിങ്ങൾ അന്യഭാഷ പറയണം. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ പലരും ഒരു 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 1/4 4/1 ഭാഗം ആളുകൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ചിലപ്പോൾ ചില കാരണങ്ങളുണ്ടായിരിക്കാം. ഇത് ശരിക്കും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിൽ, എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാമെങ്കിൽ ഇടയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം, എല്ലാ മുറികളിൽ നിന്നും പ്രാർത്ഥന ഉയരാനായിട്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പം പല തിരക്കുകളുള്ളവരുണ്ടായിരിക്കാം. അടുക്കളയിൽ വെച്ചുകൊണ്ട് 6:30 ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ആ ജോലിക്കകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ കാര്യമൊന്നും അല്ല കേട്ടോ. നിങ്ങളങ്ങനെ കയറി പ്രാർത്ഥിക്കുന്നതിനായി സ്തോത്രം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. പക്ഷെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഭയങ്കരമായ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇനി ഞാൻ ഒറ്റ വാക്യം, ഞാൻ നേരത്തെ ആദ്യം കാണിച്ച വാക്യം ഇതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊണ്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ വാക്യമാണ് പരിശുദ്ധാത്മാവ് അവിടേക്ക് എടുത്തെഴുതിയിരിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കുന്നു. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. കണ്ടോ, ഇതാണ് നമ്മൾ അവിടെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉദ്ധരിച്ചത്. നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിച്ചത്, 9-ൽ വായിച്ചത്. ഇപ്പൊ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ആരും ഗ്രഹിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, പണ്ടു മുതൽ കേട്ടിട്ടില്ലാത്ത പ്രവർത്തിക്കും ഒരു ദൈവം. അങ്ങനെ ഒരാളുണ്ടോ? ഇസ്രായേൽ മക്കൾക്ക് അത് അവരുടെ ദൈവമായിരുന്നു. നമുക്ക് ദൈവമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ അപ്പനാണ്, നമുക്ക് നമ്മുടെ പിതാവാണ്. അപ്പൊ അവന്റെ പ്രത്യേകത എന്താണ്? അവൻ പ്രവർത്തിച്ചാൽ ജാതികൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ. വിശ്വസിക്കാൻ കഴിയാത്ത, ജാതികൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഭയങ്കര കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കും. നീ ഇറങ്ങി വരും, മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകും. മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്ത്, ഇന്ത്യ, ചൈന, UK 3 രാജ്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഭയങ്കര കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഭയങ്കര ഉണർവുണ്ടാക്കാൻ പോകുന്നു. കഴിഞ്ഞ വർഷം നടന്ന 40 ഡേയ്സിലാണ്, അതിന്റെ മുമ്പത്തേലാണെന്ന് ഞാൻ മറന്നുപോയി. പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച ഒരു കാഴ്ച ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ, സാമൂഹിക, സ്പോർട്സ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ മുറിക്കകത്ത് കർത്താവ് ഇറങ്ങി നിൽക്കും. കർത്താവ് അവരോട് സംസാരിക്കും. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും അനുവാചകരുള്ള അവർ പറയും, ജീവനുള്ള ദൈവമായ കർത്താവ് ഇന്നലെ രാത്രിയിൽ എൻ്റെ മുറിക്കകത്തിറങ്ങി വന്നു, അവൻ എന്നോട് സംസാരിച്ചു, ഞാൻ അവനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ അവന്റെ മകനാണ് എന്ന് നിങ്ങൾ ഇന്ത്യയിൽ കേൾക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു നിഴലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. എന്താ കൊച്ചിന്റെ പേര്? ജെമിനി അല്ല, എന്താ ജമീമ എന്ന് പറയുന്ന മകൾ, അവൾ ക്രിസ്തുവിൽ വിശ്വസിച്ച്. അത് ക്രിക്കറ്റ് കളിയിൽ ഒരു ജയം വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷെ അവൾ യേശുവിനെ പ്രഖ്യാപിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ട് കേട്ടത് 100 കോടി ആളാണ്. ഒരൊറ്റ ഫേസ്ബുക്ക് അല്ല, ഒരൊറ്റ ഇൻസ്റ്റാഗ്രാം വിഷൻ കേട്ടത് 33 കോടി ആളാണ്. യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. അവൻ നിന്റെ സകല മേഖലകളിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അവൻ ഇറങ്ങി വരുന്നവനാണ്. മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ യെശയ്യാവിന്റെ പുസ്തകത്തിലെ വാക്യം? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും, അവർ ക്ഷീണിച്ചു പോകാതെ ഓടും. യെശയ്യാവ് 40-ാം അധ്യായത്തിലെ വാക്യം ഞാൻ പറഞ്ഞത്. അവിടെ പറഞ്ഞു കഴുകനെ പോലെ ചിറകടിച്ച് പറക്കും. കഴുകൻ പറക്കുന്നത് എന്തിനു മുകളിലാണ്? നമുക്കറിയാം, ഇന്ത്യയുടെ വടക്കൻ മേഖലയിൽ കാണുന്നത് ഹിമാലയമാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ കിഴക്കൻ ഭാഗത്ത് കാണുന്നത് ഇവിടെയുള്ള പശ്ചിമഘട്ടമാണ്. അപ്പൊ ഇവിടെ പല ടൈപ്പ് പക്ഷികളുണ്ട്. അടയ്ക്കാക്കുരുവികളുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, കാക്കയുണ്ട്, തത്തയുണ്ട്, പറവയുണ്ട്. ഇതിനകത്ത് ലവ് ബേർഡ്സിനെയൊക്കെ വിട്ടുകഴിഞ്ഞാൽ നേരെ പോയി ഈ മലയെ പോയി തല വലിയ അവർ ചാവും. പക്ഷെ കഴുകന്റെ പ്രത്യേകത അതല്ല. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്റെ ശക്തി പ്രാപിച്ചാൽ അവർ അനുഭവിക്കുന്ന, അവരുടെ മുമ്പിൽ നിൽക്കുന്ന മലകളുടെ മുകളിലൂടെ അവർ പറക്കും. ഒരൊറ്റ കഴുകൻ മലയെ പോയി ഇടിച്ച് ചത്തിട്ടില്ല. പക്ഷെ ഒരൊറ്റ
കാക്കക്കുരുവി, ഒരൊറ്റ ലവ് ബേഡ്സ് മലകളെ താണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരൊറ്റ കഴുകൻ മലയിൽ തട്ടി ചത്തിട്ടില്ല. ഒരൊറ്റ ലവ് ബേഡ്സ് മലയെ തട്ടി അവരുടെ യാത്ര അവസാനിക്കാതിരുന്നിട്ടില്ല. ലോക്കോസ് വെട്ടിക്കിളിപ്പെടാം, സോറി, ഇതല്ല ലവ് ബേഡ്സ് അല്ല, വെട്ടിക്കിളിപ്പടയാണ്, നിരമരിയായി പറക്കും. പക്ഷെ അത് പോയിട്ട് മലയെ പോയി ഇടിച്ചവ അവസാനിക്കും. നിങ്ങൾ ഇടിച്ചവസാനിക്കാനുള്ളവരല്ല. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ തട്ടി അവസാനിപ്പിക്കാനുള്ളവരല്ല. നിങ്ങൾ അതിന്റെ മുകളിലൂടെ പറക്കാനുള്ളവരാണ്. എന്ത് കിട്ടിയാൽ? ശക്തി കിട്ടിയാൽ. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം പറയുന്നു, ശക്തിക്കപ്പുറം നിങ്ങളുടെ മേൽ മഹത്വം ഇറങ്ങി വരും. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഉദിച്ചിരിക്കുന്നു. തേജസ് ഉദിച്ചാൽ അവൻ മലകളുടെ മുകളിലൂടെ പറക്കുകയല്ല, മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകാൻ തുടങ്ങും. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ മനസ്സിലാക്കി പിടിക്കാൻ പറ്റുന്നവർ പിടിക്കുക. ശക്തി ലഭിച്ചവൻ മലകളുടെ മുകളിലൂടെ പറക്കും, പ്രതിസന്ധികളുടെ മുകളിലൂടെ പറക്കും. എന്നാൽ തേജസ് തുറന്നവർ, ഗ്ലോറി റിലം തുറന്നവൻ, യെശയ്യാവ് 64-ന്റെ 1, 2, 3 ഞാൻ ഈ പറയുന്നത്. യെശയ്യാവ് 60-ൽ പറയുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നു. തേജസ് ഉദിച്ചവന്റെ പ്രത്യേകത, അവൻ ചരിത്രത്തിൽ ആരും കാണാത്തത് ദൈവം അവനോട് ചെയ്തത് രാജ്യങ്ങൾ കാണും. മലകൾ ഇറങ്ങി വരുന്നവന്റെ മുമ്പിൽ ഉരുകിപ്പോകും. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവന് വേണ്ടി മലകളെ ഉരുക്കിക്കളയുന്ന, ജാതികളെ വിറപ്പിക്കുന്ന, വൈരികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന, തീയിൽ ചുള്ളി കത്തുന്നത് പോലെ കത്തിപ്പിക്കുന്ന, തീ കൊണ്ട് വെള്ളം തുളയ്ക്കുന്നത് പോലെ മലകൾ നിലവിൽ ഉരുകിപ്പോകത്തക്കവണ്ണം ആകാശം കീറി ഇറങ്ങി വരുന്നവൻ നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരും കേട്ടോ. നിന്റെ പ്രതിസന്ധികളൊന്നും നിലനിൽക്കുകയല്ല, നിന്റെ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുകയല്ല, നിന്റെ രോഗങ്ങളൊന്നും നിലനിൽക്കുകയല്ല, നിന്റെ ജീവിതം 4 മുറി കൊണ്ട് അവസാനിക്കുകയല്ല, നിന്റെ ജീവിതം ഒരു ദേശം കൊണ്ട് അവസാനിക്കുകയല്ല. ഭൂമിയുടെ അറ്റത്തോളം ദൈവ പദ്ധതിയുടെ ആഴങ്ങൾ നിവർത്തിക്കുവാൻ അവൻ നിന്നെ അയക്കുന്നവരാണ്. എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ മുറിയിൽ ഈ ഗ്ലോറി റിലം വെളിപ്പെട്ട് വരുമെന്ന്, എന്നിൽ ഈ തലങ്ങൾ ഓപ്പൺ ആകുമെന്ന്? അടുത്ത 2-3 മിനിറ്റ് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ മൈക്കിളൊക്കെ ഓൺ ചെയ്ത് പ്രാർത്ഥിച്ചോ. മൈക്കിളെല്ലാം ഓൺ ചെയ്ത്, ഈ തലം എന്റെ മേൽ തുറന്നു വരും. ഈ മേഖല തുറക്കാൻ സ്ഫുടമായിട്ട് സംസാരിക്കുക. നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഭയങ്കര കാര്യങ്ങളുമായി നിന്റെ കുടുംബത്തിനകത്തേക്ക് മലകളെ ഉരുക്കിക്കളയാൻ അന്യഭാഷ പറ. ഷാബാന, മലയാള വാക്കുകൾ വിട്. ശകറ, പാദൽ, കോരിബി, ഷസ്കന, തിരപ്പോ, അട്ടിസ്കെ, ലഞ്ചി, ഊരിബി, കൗശബന ഘടകദനം. ലബത്തുരാദന, ഹർഷസ്കനാദിന, മനഃപൂർവ്വം ഭാഷ പറ, മനഃപൂർവ്വം പറ. ഷസ്കല, ലവന്തുരി, വിനികടകദന, ഹത്തൽ കടകദന. മനസ്സിനെ ശാന്തമാക്കിട്ട് അവനകത്തേക്ക് എൻട്രായിക്കോ. ഷാംദൽ കടകദന. ഇത് നിനക്ക് അനുഭവിക്കാം, ഇത് നിനക്ക് പ്രാപിക്കാം. ഷാബൽ കദിനി, റബച്ചസ് കനാദിന, ലൗഷസ് കനാദിന, ദ്രൗഷപന കടകദന. മലകൾ നിലനിൽക്കുകയല്ല. ഷാബ പ്രൗഢപന കടകദന. ഞാൻ ഈ ഓരോ കുടുംബങ്ങൾക്കായി ഷാദൽ കടക ഈ രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന 71 കുടുംബങ്ങൾക്കായി ഞാൻ ഇപ്പോൾ ആത്മാവിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഷാബ പ്രൗഢപന കടകദന. അന്തൊക്കെ മലകളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ എങ്ങനെ മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുമെന്ന് ചിന്തിച്ച് തകർന്നിരിക്കുന്ന വ്യാകുല ചിന്തകളുടെ അകത്ത് ഭാരപ്പെട്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി മലകളെ ഉരുകിക്കളയുന്ന ഈ കുടുംബങ്ങളുടെ മേൽ തുറക്കട്ടെയപ്പ. ഓരോ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷസ്കനാദിരന്തര പ്രൗഢപനക ദുരപനകടകദന അന്തൽ കടകദുനി വിനി പ്രൗഷപന ഹത്തൽ കടകദന അന്തൽ കടകദുനി വേദ പ്രൗഢപന അന്തൽ പ്രൗഢപന ഹദുരി വിനി കടകദന. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചോട്, അതരങ്ങൾ തുറന്ന് അന്യഭാഷ സ്ഫുടമായിട്ട് പറ. നിന്റെ മുറിയിൽ ഇങ്ങനെ അറിയാൻ നിനക്ക്, നിന്റെ മുറിക്കകത്ത് തീ
കത്തുന്നത് പോലെ അവൻ ഇറങ്ങി വരും. നിന്റെ ഉച്ചക്കകത്തു നിന്നും നിന്റെ തലയ്ക്കകത്തു നിന്നും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഇത് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നതല്ല, അപ്പച്ചന്മാരുടെ അനുഭവമാണ്. വേദപുസ്തകം തുറക്കുന്നതാണ്. ലംഘൽ ഘടകത്തിന് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പഠിപ്പിച്ച, അനുഭവങ്ങൾക്ക് പ്രാധാന്യം ഇല്ലെന്ന് പറഞ്ഞ, അതിനെ വിമർശിച്ച് ലംഘൽ ഘടകം നശിപ്പിച്ച ഒരു കൂട്ടം വിമർശകന്മാർ ഒരു ഭാഗത്ത് മാറി നിൽക്കുമ്പോൾ, ഇല്ല, ഇന്ത്യ ഇത് കാണാൻ പോകുന്നു. ഇന്ത്യ ജീവിക്കുന്ന ദൈവത്തെ പ്രാർത്ഥന മുറിക്കകത്ത് അനുഭവിക്കുന്നവരെ കാണാൻ പോകുന്നു. ഷാദൽ റബാന അന്തൽ ഇത് തുറക്കട്ടെ അപ്പ, ഇവനെ മുറിക്കകത്ത് ഈ ഓപ്പൺ വിഷൻ ഓപ്പൺ ആകട്ടെ. ഈ രാജ്യത്തെ നേടാൻ, ആത്മാക്കളെ കൂട്ടമായി അങ്ങിലേക്ക് നേടാൻ, ലംദൽ പ്രൗഢ രഗക്ഷസ് കനാദിരാധന അന്തൽ പ്രൗഢമന ഹദുരിബിനി ഘടകദന അന്തൽ പ്രൗഷമന ഹദുരിബിനി ഘടകദന. പരിശുദ്ധാത്മാവേ, ഈ രാവിലെ അത് തുറക്കണമപ്പ, ഈ രാവിലെ അത് തുറക്കണമപ്പ, ഈ രാവിലെ അത് തുറക്കണമപ്പ, ഈ രാവിലെ അത് തുറക്കണമപ്പ, ഈ രാവിലെ റിലം തുറക്കണമപ്പ, ഈ രാവിലെ റിലം തുറക്കണമപ്പ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇങ്ങനെ മഹത്വകരമായൊരു തലം ഒരുക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ഇന്നലകളിൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച സംഭവങ്ങളെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുകയോ നിങ്ങൾ തളരുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളെ ഓർത്ത് നിങ്ങൾ മനസ്സിനകത്ത് മറ്റ് ഡിപ്രഷൻ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് വേണ്ടി മലകളെ ഉരുക്കിക്കളയത്തക്കവണ്ണം കാത്തിരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്നൊരു അപ്പനുണ്ട്. ദൈവം നിൻ്റെ ആത്മാവിലത് തുറക്കുമ്പോൾ റിസറക്ഷൻ ലൈഫ് ഓപ്പൺ ആകും, ഇമോർട്ടാലിറ്റി ഓപ്പൺ ആകും. മരണത്തെ നിങ്ങൾ ജയിക്കും. ആദാമി പാപത്തിൽ വന്ന മരണത്തെയും മരണകാരണങ്ങളെയും നിങ്ങൾ ജയിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണങ്ങൾ അപ്രത്യക്ഷമാകും. ഞാൻ നിങ്ങൾ മരിക്കുകയില്ലെന്നല്ല പറയുന്നത്. ജീവൻ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് നിങ്ങൾ എന്താ പറയുക മരിക്കില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ കുറേ തെറ്റിപ്പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ആദാമിൽ നിന്ന് നമ്മിൽ വന്നത് മരണമായി നിങ്ങളിൽ വാഴുകയല്ല. പക്ഷെ നമ്മൾ മരിക്കുകയല്ലേ. കർത്താവ് വരാൻ താമസിച്ചാൽ ശുശ്രൂഷ തീരുമ്പോൾ നമ്മളെല്ലാം വീട്ടിലേക്ക് പോകും. അത് മരണമല്ല, നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ഘടകങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുകയോ ഇന്നത്തെ അവസ്ഥകളെ ഓർത്ത് നിരാശപ്പെടുകയോ നാളെയിലേക്ക് നോക്കി ജീവിതം കുഴയ്ക്കുകയോ ചെയ്യരുത്. മഹത്വം തുറക്കുന്നൊരു അപ്പനുണ്ട്. നിനക്ക് വേണ്ടി അവൻ ആഴങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ നിങ്ങളിൽ തുടരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ആരും തളരരുത്. സമയമെടുക്കുക. തിരുവചനം വായിക്കുക. നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനൊരു തലം നിങ്ങളുടെ മേലെ ഓപ്പൺ ആക്കാൻ തുടങ്ങിയാൽ എനിക്കിത് നിർത്താനും തോന്നുന്നില്ല. ഞാൻ നിർത്തുക അവിടെ. ഇങ്ങനൊരു തലം ഓപ്പൺ ആയാൽ നിങ്ങൾ ബൈബിൾ വചനങ്ങൾ വെറും വാക്കുകൾ, പുസ്തകമല്ല, അങ്ങനെ നിങ്ങളുടെ മേൽ ലൈഫായിട്ട് വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങൾ അങ്ങനെ അത് ബോധ്യപ്പെടാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ ഒരു ബോധ്യം നിങ്ങളുടെ അകത്ത് വരാൻ തുടങ്ങും. ഇതൊക്കെ ഈ ഓപ്പൺ വിഷൻ ഓപ്പൺ ആകുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സെക്ഷൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് പുതുതായി വന്നവരുണ്ട്. ഞാനൊരു ബ്രദറിനെ ഞാൻ ആദ്യം കണ്ടിരുന്നു, ഹൈസൽ എന്ന് പറഞ്ഞിട്ട്. വീഡിയോ ഓണായിരുന്നു ആദ്യം, പിന്നെ ഇതിൽ ഞാൻ കണ്ടില്ല. എനിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്രയും പേര് ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല. പ്രിയപ്രദനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഹീബ്രു ക്ലാസ്സിൽ ഉള്ള നമ്മുടെ ആഷ സിസ്റ്റർ നമ്മുടെ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് കയറിയിട്ടുണ്ട്. സിസ്റ്റർക്ക് പ്രത്യേക സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. പുതുതായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാമുള്ള പ്രത്യേക സ്നേഹത്തെ അറിയിക്കുകയാണ്. അവരെല്ലാം വരാൻ കാരണം ഇങ്ങനെ അനുഭവങ്ങൾ ദൈവം അവർക്ക് തുറന്നിട്ടുള്ളത് കൊണ്ടാണ്, തുറക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് അതിൽ അവരെ വളർത്തട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം, അനുഭവങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഈ 72 കുടുംബങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഈ കുടുംബങ്ങളുടെ മേലെല്ലാം അങ്ങയുടെ മഹത്വത്തിൻ്റെ ഡോറുകൾ അങ്ങ് തുറക്കണമേ. ഇവർ ആത്മമനുഷ്യൻ സജീവമാകട്ടെ. ഇവർക്ക് വചനത്തിനകത്തുള്ള വെളിപ്പാടുകൾ തുറന്നു കൊടുക്കണമേ. ഇവർ നീതീകരിക്കപ്പെട്ടവരാണ്, ഇവർ നീതിമാന്മാരാണ്, ഇവർ ദൈവത്തിൻ്റെ നീതിയാണെന്നുള്ള വെളിപ്പാടിലാണല്ലോ ഇത് മുഴുവൻ ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലൂടെ ഞങ്ങൾക്ക് ദൈവം നൽകിയ നീതിക്കായി സ്തോത്രം. ആ നീതിയുടെ വെളിപ്പാട് ഞങ്ങളിൽ ജീവൻ തുറക്കുമല്ലോ. ആ ജീവൻ സാന്നിധ്യത്തെ കൊണ്ടുവരുമല്ലോ. ആ സാന്നിധ്യം അധികാരത്തെ കൊണ്ടുവരുമല്ലോ. ആ ജീവൻ സമാധാനത്തെ കൊണ്ടുവരുമല്ലോ. ദൈവിക സമാധാനത്തിൽ, ദൈവിക ജീവനിൽ, ദൈവിക അധികാരത്തിൽ, ദൈവിക കർത്താവിൻ നിറവുകളിൽ ഈ മക്കളെല്ലാം ജീവിക്കട്ടെ. കണ്ടമാനം ആവശ്യങ്ങൾ ഇവരുടെ മുമ്പിലുണ്ട്. കുടുംബത്തിനകത്ത് തലമുറകൾ ദൈവത്തെ വിട്ടകന്നു പോകുന്നവർ, കുടുംബ ജീവിതത്തിനകത്തുള്ള പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കർത്താവ് ബിസിനസ് പരമായ പ്രശ്നങ്ങൾ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, കണ്ടമാനം പ്രയാസങ്ങൾ, കണ്ടമാനം തടസ്സങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ കേട്ടതുപോലെ മഹത്വം ഇറങ്ങി വന്നാൽ, ശക്തി വന്നാൽ ഞങ്ങൾ അതിൻ്റെ മുകളിലൂടെ പറക്കും. മഹത്വം ഇറങ്ങി വന്നാൽ മലകൾ ഉരുകിപ്പോകും. തലമുറകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, ക്ഷീണത്തിൽ പ്രാർത്ഥിക്കുന്നവർ, കണ്ടമാനം വിഷയങ്ങളുടെ മുന്നിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അവരെല്ലാം വിഷയങ്ങളെ ഉരുക്കിക്കളയുന്ന അങ്ങയുടെ മഹത്വം അങ്ങ് തുറന്നു കൊടുക്കണമേ കർത്താവേ. അങ്ങ് അവരെ അതിനെയൊക്കെ അതിജീവിപ്പാൻ പ്രാപ്തന്മാരാക്കി മാറ്റണമേ. ഞാൻ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരൊക്കെ അനുഗ്രഹമാക്കി മാറ്റണമേ. അങ്ങ് നൽകിയ അധികാരത്തിനുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിലേക്ക് കരമുയർത്തി ഉടമ്പടിയുടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഇവർ അനുഗ്രഹമായി മാറട്ടെ. മഹത്വം കുഞ്ഞാടിന്. പ്രാർത്ഥന കടമനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം.